السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولما رأى المؤمنون الأحزاب قالوا هذا ما وعدنا الله ورسوله وصدق الله ورسوله وما زادهم إلا إيمانا وتسليما. من المؤمنين رجال صدقوا ما عاهدوا الله عليه فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا ليجزي الله الصادقين بصدقهم ويعذب المنافقين إن شاء أو يتوب عليهم إن الله كان غفورا رحيما. ورد الله الذين كفروا بغيظهم لم ينالوا خيرا وكفى الله المؤمنين القتال وكان الله قويا عزيزا. അഹ്സാബ് എന്ന പേരു തന്നെ വിവിധ കക്ഷികൾ, കക്ഷികൾ എന്നാണല്ലോ. അഹ്സാബ് യുദ്ധം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ മുശ്രിക്കുകളും അതുപോലെ യഹൂദുകളും മുനാഫിക്കുകളും എല്ലാ ഗോത്രക്കാരും കൂടി ഒന്നിച്ചു ചേർന്ന് നടത്തിയ ഒരു യുദ്ധമാണ്. അതിലേറ്റവും സങ്കടകരമായിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ചെന്ന ഉടനെ തന്നെ നബി ചെയ്തത് അവിടെയുള്ള മറ്റു മതവിശ്വാസികളോട് സന്ധി ചെയ്യുകയാണ് ചെയ്തത്. അവിടെ യഹൂദുകൾ ബനൂ നദീർ, ബനൂ ഖൈനുഖായ്, അതുപോലെ ബനൂ ഖുറൈള പോലെയുള്ള വലിയ പ്രമാണിമാരായ ഗോത്രക്കാരാണ് ഉണ്ടായിരുന്നത്. യഹൂദമതം മദീനയിലുണ്ടായിരുന്നു. മദീന ജസീറത്തുൽ അറബ് എന്ന് നമ്മളറിയപ്പെടുന്ന ജസീറത്തുൽ അറബ് എന്ന് പറയുന്നത് ഇസ്ലാം മതം മാത്രമുള്ള ഒരു രാജ്യമായിട്ടാണ്. അവിടുത്തെ ഡോമിനേഷൻ ഇസ്ലാമാണ്. എന്നാൽ കുറേ എല്ലാ മതവിശ്വാസികളും അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്, അങ്ങനെയുള്ളതാണ്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ജസീറത്തുൽ അറബ്. അടിസ്ഥാനപരമായി ജസീറത്തുൽ അറബ് എന്ന് പറയുന്നത്, അതായത് അറേബ്യൻ ഉപദ്വീപ്, യമൻ മുതൽ ഇങ്ങോട്ട് തുടങ്ങുന്ന ഈ ഉപദ്വീപ്, അതിൽ അടിസ്ഥാനപരമായി ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ മക്കളാണ് അവർ, ആ നാട്ടുകാർ. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ മക്കളായതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി മുവഹിദീങ്ങളാണ്, അതായത് ഏകദൈവ വിശ്വാസികളായിരുന്നു അവരെങ്കിലും കാലപ്പഴക്കം കൊണ്ട് ആ വിശ്വാസമൊക്കെ അവർക്ക് നഷ്ടപ്പെട്ട് അവിടെ പല കാരണങ്ങളാലും മറ്റു പല മതങ്ങളും ഒന്ന് ശിർക്ക് കയറിക്കൂടി. ജസീറത്തുൽ അറബിൽ ശിർക്ക് കയറുന്നതിൻ്റെ തുടക്കമായി ചരിത്രത്തിൽ പറയുന്നത് അംർ ഇബ്നു ലുഹയ്യ് അൽ ഖുസാഇ എന്ന് പറയുന്ന ജസീറത്തുൽ അറബിലെ ഖുസാ ഗോത്രക്കാരനായ അംർ ഇബ്നു ലുഹയ്യ്
ഒരു സഞ്ചാരിയായിരുന്നു. അദ്ദേഹം പല നാട്ടിലും സഞ്ചരിച്ചിങ്ങനെ കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഷാമിൽ ചെന്നപ്പോൾ അവിടെ കുറേ ആളുകൾ ബിംബാരാധന നടത്തുന്നത് കണ്ടു, പ്രതിമ വെച്ച്. അപ്പോൾ ഇവർക്ക് മതമൊന്നുമില്ലല്ലോ, മതത്തിൻ്റെ എല്ലാ ചിഹ്നങ്ങളും നഷ്ടപ്പെട്ട ഒരു കാലത്താണ്. അത് കണ്ടപ്പോൾ ഇത് തരക്കെടില്ല എന്ന് തോന്നി. ഇത് നമുക്ക് ആരാധിക്കാനൊരു കുറ്റിയായല്ലോ. അങ്ങനെ എവിടെയെങ്കിലും അദൃശ്യനായ അള്ളാഹിനെ ആരാധിക്കണ്ടല്ലോ. അവിടുന്ന് മൂപ്പര് ഒരു ബിംബെടുത്ത് കൊടുന്നു. അവരോട് ചോദിച്ചൊരു ബിംബെടുത്ത് കൊടുന്നിട്ട് അത് കഅബൻ്റെ ഉള്ളിൽ വെച്ചു. കഅബ ഖുറൈശികളാണ്, അവർക്ക് കാര്യമായിട്ട് ദീനും കാര്യമൊന്നുമില്ല, ജാഹിലിയത്തിലാണ്. കള്ളും തോന്നിവാസങ്ങളും യുദ്ധവും അതൊക്കെയാണ് അവരുടെ ഒരു ജീവിത രീതി. പിന്നെ കച്ചവടം ചെയ്ത് നല്ലോണം തിന്നും കുടിക്കണം, ഇതിൻ്റെ അപ്പുറം ഒരു മതബോധവുമില്ല. എന്നാൽ ഒറ്റപ്പെട്ട മുവഹിദുകളായ വറഖത്ത് ബിൻ നൗഫൽ എന്ന പോലെയുള്ള പഴയ ഇബ്രാഹിം നബിയുടെ ഇസ്മായിൽ നബിയുടെ ദീനിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇദ്ദേഹം ഒരു ബിംബം കൊണ്ടുവന്ന് കഅബൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് ജസീറത്തുൽ അറബിലെ എല്ലാ ഗോത്രങ്ങളോടും കഅബയിൽ വരുന്നവരോടൊക്കെ അദ്ദേഹം പറഞ്ഞു, ഇതിനെ ആരാധിച്ചോളി, ഇതല്ലേ ഏറ്റവും നല്ലത് എന്ന്. അങ്ങനെ ബിംബം തുടങ്ങുന്നത് അവിടുന്നാണ്. ബിംബാരാധന ഇബ്രാഹിം നബി ഉണ്ടാക്കിയ ആ തൗഹീദിൻ്റെ ഭവനത്തിൽ ബിംബാരാധന തുടങ്ങുന്നത് അവിടുന്നാണ്. അദ്ദേഹം അംർ ഇബ്നു ലുഹൈയിൽ ഖുസായി എന്ന് പറയുന്നത് ഒരു ലോകസഞ്ചാരിയായി അറിയപ്പെടുന്നത് കൊണ്ട് എല്ലാവരും ആദരിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ ഇത് കണ്ടപ്പോൾ ഇത് തർക്കടില്ല എന്ന് പറഞ്ഞ് പല ഗോത്രങ്ങളും വന്ന് കഅബൻ്റെ ഉള്ളിൽ ഇതിനെ ആരാധിക്കാൻ തുടങ്ങി. ആ ബിംബത്തിൻ്റെ പേര് ഹുബുൽ എന്നായിരുന്നു. ഹുബുൽ എന്ന ബിംബം. പിന്നീട് അദ്ദേഹം ബിംബങ്ങൾ അന്വേഷിച്ച് നടന്നിട്ട് അവസാനം ജിദ്ദയുടെ തീരത്ത്, ജിദ്ദ ചെങ്കടൽ തീരത്ത് അദ്ദേഹം കുഴിച്ചുണ്ടാക്കി. അതെവിടുന്നോ തോന്നിയതായിരിക്കണം, എങ്ങനെയോ അറിഞ്ഞതായിരിക്കാം. അവിടെയൊക്കെ കുഴിച്ചുണ്ടാക്കിയപ്പോൾ അവിടുന്ന് കുറേ പൊട്ടിയതും മുറിഞ്ഞതും കയ്യും കാലും ഇല്ലാത്തതുമായ പുരാതന ബിംബങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടി. അതൊക്കെ കൂടി കൊണ്ടുവന്ന് അദ്ദേഹം കൂട്ടിവെച്ചിട്ട് കൊല്ലം ഹജ്ജിന് വരുന്ന അറബികളായ ഗോത്രക്കാരായ ആളുകൾക്ക് ഓരോന്നിനെ കൊടുത്തു. ഒന്ന് കഅബയിലുണ്ട്, നിങ്ങളുണ്ടോ ഈ കൊള്ളിയാറിനെ എല്ലാവരും കൊടുത്തു. അങ്ങനെ ബിംബാരാധന അവിടെ പ്രചരിച്ചു എന്നാണ് പറയുന്നത്. അമ്പിയാക്കന്മാർ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാം അവിടെ നിന്നാണ് പോയതിന് ശേഷം പിന്നുണ്ടായ മാറ്റമാണ്. അപ്പോൾ ഒരു ഭാഗത്ത് അങ്ങനെ ബിംബാരാധനയും ഷിർക്കും ജസീറത്തുൽ അറബിൽ പ്രചരിച്ചു. പിന്നീടുള്ളത് ഈ ജസീറത്തുൽ അറബ് എന്ന് പറയുന്നത് നല്ല ഒരു നയതന്ത്രപരമായ കേന്ദ്രമാണ്. ഇപ്പം യമൻ, അതിൻ്റെ ഒരു തലം യമനാണ്. യമൻ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ തീരങ്ങളുമായി നല്ല ബന്ധമുള്ള സ്ഥലമാണ്. അപ്പോൾ ആ ഭാഗത്തുള്ള പല ആചാരങ്ങളും ഇങ്ങോട്ട് കയറി വന്നു. പേർഷ്യയുമായി അതിർത്തി പങ്കിടുന്നുണ്ട് ഒരു ഭാഗത്ത്. അതുകൊണ്ട് പേർഷ്യയിൽ നിന്നുള്ള പല ആചാരങ്ങളും ഇങ്ങോട്ട് വന്നു. അങ്ങനെ ജസീറത്തുൽ അറബിൽ ബിംബാരാധന ശിർക്കുണ്ടായി. മറ്റൊന്ന് അവിടെ മജൂസിയത്തുണ്ടായി. മജൂസിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സറാദഷ്ത് എന്ന് പറയുന്ന സ്വരാഷ്ട്ര മതം, അതാണ്. അത് ഏതോ ഒരു പിതാമഹന്മാരിൽപ്പെട്ട സറാദഷ്ട് എന്ന ഒരു പ്രവാചകനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മതമാണ് എന്നാണ് പറയപ്പെടുന്നത് സ്വരാഷ്ട്ര മതം. നമ്മുടെ നാട്ടിലെ പാർസികൾ എന്ന് പറയുന്ന വിഭാഗം, അത് ഈ പേർഷ്യയിൽ നിന്നുകൊണ്ട് കാര്യം വന്നതാണ്. ആ മതം, മജൂസി മതം, അവിടെ അങ്ങിങ്ങായിട്ടൊക്കെ പ്രചരിച്ചു കുറേ യമൻ്റെ ഭാഗത്തേക്ക്. അതുപോലെ ഈ ജസീറത്തുൽ അറബിൻ്റെ ഉൾഭാഗങ്ങളിൽ തന്നെ അൽ-ഹിസ എന്നൊക്കെ പറയുന്ന, അൽ-ഹിസ, ഹസിർ എന്നൊക്കെ പറയുന്ന ഇന്നും ആ പേരിൽ അറിയപ്പെടുന്ന രാജ്യങ്ങളുണ്ട്. അവിടെ അത് പ്രചരിച്ചു. മറ്റൊന്ന് അറബ് നാടിൻ്റെ മറ്റൊരു പങ്കിടുന്ന അതിർത്തി ഷാം, ഫലസ്തീൻ, അവിടെയൊക്കെയാണ്. അവിടെ നിന്ന് യഹൂദിയത്ത് ഇങ്ങോട്ട് കയറിക്കൂടി. അപ്പോൾ ജസീറത്തുൽ അറബിൽ യഹൂദിയത്തും നന്നായി ഉണ്ടായിരുന്നു. ആ യഹൂദിയത്താണ് പിന്നീട് മദീനത്ത് അവർ കുടിയേറി പാർത്തത്. അതാണ് ബനു ഖുറൈള, ബനു ഖൈനുഖായ് എന്ന് പറയുന്നത്. പിന്നെ യമനിൽ കൂടി നജ്ജാസി രാജാവിൻ്റെ അനുയായികൾ, നജ്ജാസി നസാറയായിരുന്നു. നജ്ജാസി രാജാവിൻ്റെ
അനുയായികളായിട്ടുള്ള ആളുകൾ യമനിലേക്ക് കടൽ മാർഗം കയറി വന്ന് അങ്ങനെ അവിടെ ഒരു യുദ്ധം നടന്നിട്ടുണ്ട്. അതായത് യമനിൻ്റെ തീരത്തുള്ള ജസീറത്തുൽ അറബിൻ്റെ ഭാഗത്ത് യഹൂദികളുടെ ഡോമിനേഷനായിരുന്നു. യഹൂദികൾ ഭരിക്കുന്ന സ്ഥലമാണ്. ദൂനുവാസ് എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ ഭരണകാലത്ത് യഹൂദികൾ അവിടെയുള്ള യമനിൽ നിന്ന് നജാസി രാജാവിൻ്റെ ഈ എത്യോപ്യയിൽ നിന്നും കൊണ്ട് കയറി വന്ന കുറേ നസാറാക്കളും അവിടെ പിന്നെ കൂടി താമസക്കാരായി വന്നപ്പോൾ, മരുഭൂമിയിൽ ഗോത്രവർഗങ്ങളായി വന്നപ്പോൾ നസാറാക്കളും യഹൂദികളും കൂടി വലിയ സംഘടനമുണ്ടായി. രണ്ട് മതവിശ്വാസികൾ അന്ന് തന്നെ ഉണ്ടത്. രണ്ട് മതവിശ്വാസികൾ സംഘടന ഉണ്ടായപ്പോൾ ഈ ദൂനവാസ് രാജാവ് യഹൂദികളിൽ നിന്നുള്ള നസാറാക്കളിൽ നിന്നുള്ള, അദ്ദേഹം യഹൂദി ഭരണകർത്താവാണ്. അത് അവിടുന്ന് ഇങ്ങനെ കൊണ്ട് കയറി വന്നത് തന്നെയാണ് യഹൂദിയത്ത്. അദ്ദേഹം എന്ത് ചെയ്തു? ഈ നസാറാക്കളിൽ നിന്ന് 20,000-ലേറെ ആളുകളെ കുഴി കുഴിച്ച് അതിൽ തീ കത്തിച്ച് അവരെ കരിച്ചു എന്നാണ് പറയുന്നത്. അതാണ് ഖുത്തില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. അസ്ഹാബുൽ ഉഖ്ദൂദ് എന്ന് പറഞ്ഞാൽ തീക്കുണ്ടാരത്തിൻ്റെ ആളുകൾ എന്ന്. തീക്കുണ്ടത്തിൽ കുഴിയിലിട്ട് കൊല്ലപ്പെട്ട ആളുകൾ, അവർ കൊല്ലപ്പെട്ടു. ഇദ്ഹും അലൈഹാ ഖുഊദ്, അവരുടെ ശത്രുക്കളായിട്ടുള്ള യഹൂദന്മാർ ഈ തീക്കുഴിയുടെ മുകളിൽ അത് നോക്കിയിരിക്കുകയായിരുന്നു. വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്, വിശ്വാസികളായ നസാറാക്കളെ ചെയ്തിരുന്ന ആ ചെയ്തികൾ കണ്ട് സാക്ഷികളായിരിക്കുകയായിരുന്നു. വമാ നഖമൂ മിൻഹും, അവരെ തീയിലിട്ട് കൊല്ലുന്ന ഈ പ്രവൃത്തി ദൂനവാസ് ചെയ്തില്ല. ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്, ഈ കൊല്ലപ്പെട്ട നസാറാക്കൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന കാരണത്താലല്ലാതെ. അപ്പം നസാറാക്കൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും യഹൂദികൾ ആ നിലക്കുള്ള വിശ്വാസികളല്ല. അത് നസാറാക്കളാണുള്ള പുതിയ മതം യഹൂദത്തിനേക്കാളും. അപ്പോൾ ഈ പുതിയ മതത്തിൻ്റെ ആളുകൾ ഇവിടെ വലിയ അധികാരമുണ്ടാക്കുന്നുണ്ട്. അവർ വിശ്വാസികളും ഭക്തന്മാരും അഹ്ബാറും റുഹ്ബാനും അത് എന്ന് പറയുന്ന നല്ല പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. അവർ വലിയ മഠങ്ങളൊക്കെ സ്ഥാപിച്ച് ഇബാദത്ത് ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ അവരെ ഉന്മൂലനാശം ചെയ്യാൻ വേണ്ടിയാണ് ഈ കൊന്നത്. അത് നജ്റാൻ്റെ ഭാഗം ഇതാണ്. യമനിൽ നിന്ന് മരുഭൂമിയിലേക്ക് കടന്നാലുണ്ടാവുന്ന ഇന്നത്തെ നജ്റാൻ പ്രവിശ്യയിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അതിനുശേഷം ദൂനവാസുമായിട്ട് യുദ്ധം ചെയ്ത് അദ്ദേഹത്തെ തുരത്തി ഓടിക്കാൻ വേണ്ടി നജാസി രാജാവ് എത്യോപ്യയിൽ നിന്ന് സൈന്യങ്ങളെ അയച്ചു ഈ ജസീറത്തുൽ അറബിലേക്ക്. ഒക്കെ യമനാണ് ഇതിൻ്റെ പോർട്ട്. യമനിൽ നിന്ന് കയറിയിട്ട് വേണം ജസീറത്തുൽ അറബിക്ക് ഇങ്ങനെ കണ്ട് ഉള്ളോട്ട് മരുഭൂമിയിലേക്ക് കയറാൻ. നജാസി രാജാവ് ആളുകളെ അയച്ചു. എന്ന് മാത്രമല്ല, റോമക്കാർ ഞങ്ങളുടെ വിശ്വാസികളായ ആളുകളെ യഹൂദ രാജാവ് കൊന്നു എന്നതിൻ്റെ പേരിൽ നജാസി രാജാവിന് വലിയ കപ്പൽ വ്യൂഹങ്ങളെ ദാനമായി നൽകി. ഞങ്ങൾ പറഞ്ഞേക്കുന്ന കപ്പലിൽ കൂടി നിങ്ങളെ കൊണ്ടാവുന്ന സൈന്യങ്ങളെ നിങ്ങൾ ജസീറത്തുൽ അറബിയിലേക്ക് കയറ്റി വിടണം, എന്നിട്ട് ദൂനവാസുമായി യുദ്ധം ചെയ്യണം. അതിന് ദൂനവാസിനെ യുദ്ധം ചെയ്ത് തുരത്തി ഓടിച്ചു. ജസീറത്തുൽ അറബിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ അവിടെ ആ പ്രദേശത്ത് നജ്റാനിലും മറ്റും പരിസരങ്ങളിലൊക്കെ ആ അധികാരം ആർക്ക് കിട്ടി? നസാറാക്കൾക്ക് കിട്ടി. അങ്ങനെയാണ് നസാറാക്കൾ അവിടെ പിന്നീട് അവർക്കുള്ള വേറൊരു നസാറാക്കൾക്ക് അവിടെ ശക്തി കിട്ടി. ജൂതന്മാർ അവിടെ നിന്ന് ഇങ്ങനെ ഈ മദീനത്തിൻ്റെ ഭാഗത്തേക്ക്, അത് വേറെ ഭാഗത്തുനിന്നും കൂടി വന്നതാണ്, മദീന ഭാഗത്തേക്ക് പോയി. അവിടെയൊക്കെ മരുഭൂമിയാണ്, ഇതിൻ്റെ ഇടയിൽ റുബോയിൽ ഖാലിയാണ് ഇതിൻ്റെ ഇടയിലൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് നസാറാക്കൾ അധികാരത്തിൽ വന്നപ്പോൾ അവർ മനസ്സിലാക്കുന്നു രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും, യമനിൽ നിന്നും മറ്റുമൊക്കെ എല്ലാവരും കൊല്ലം ദുൽഹജ്ജ് മാസം മക്കത്തേക്ക് പോകുന്നു. മക്കയിലാണെങ്കിലോ അക്ഷരജ്ഞാനമില്ലാത്ത കുറച്ച് ഖുറൈശികളുണ്ട്. അവർക്ക് അവിടെ ഒരു കഅബ ഉണ്ട്.
ആ കഅബയിലേക്ക് പോകുന്നു, അത് ശരിയാവില്ല, നമുക്ക് അവരെ മക്കയിലേക്ക് പോകുന്നത് തടയണമെന്ന് അവിടുത്തെ നസാറാക്കൾക്ക് അന്ന് തോന്നി. അപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ രാജ്യത്ത് ഒരു വലിയ കഅബയെ പോലെയുള്ള ആരാധനാഗേഹം പണിതു. എന്നിട്ട് ആളുകളെ അങ്ങോട്ട് വിളിച്ചു കൂട്ടി, ഇങ്ങോട്ട് പോരി, ഇനി ഹജ്ജിന് പോകേണ്ടത് അങ്ങോട്ടല്ല, ഇങ്ങോട്ടാണ്, ഇവിടെയാണ് നമ്മുടെ പുണ്യഗേഹം എന്ന് പറഞ്ഞ് വിളിച്ചു കൂട്ടി. അത് വിളിച്ചു കൂട്ടിയപ്പോൾ അതിൽ ആരാധന തുടങ്ങി കുറേ ആളുകൾ. ഇത് ഖുറൈശികൾക്ക്, ഇതൊക്കെ ജാഹിലിയ കാലത്താണ്, ഖുറൈശികൾക്ക് ഇതൊന്നും സഹിക്കാൻ കഴിഞ്ഞില്ല. നബി ജനിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പുള്ള ഈ സംഭവങ്ങളൊക്കെ. ഖുറൈശികൾ യമനിലേക്ക് കച്ചവടത്തിന് വന്നപ്പോൾ അവരെ കഅബക്ക് പകരം വേറൊരു ആരാധനാഗേഹം അവിടെ ഉയർന്നു പൊങ്ങി അവിടെ ആളുകളെ ആരാധിക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ അതിനൊന്ന് താഴ്ത്തിക്കെട്ടാൻ വേണ്ടി, അവർക്ക് സംസ്കാരവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഒരു വിവരവും ഇല്ലാത്ത ജാഹിലിയങ്ങളല്ലേ, അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ആരാധനാ കേന്ദ്രത്തിൽ ചെന്ന് മലമൂത്ര വിസർജനം നടത്തി അതിനെ നിന്ദിച്ചു. ഇസ്ലാം അതുകൊണ്ടാണ് ഒരാളുടെ ആരാധനാ വസ്തുക്കളെയും ആരാധ്യ വസ്തുക്കളെയും ആരാധനാഗേഹങ്ങളെയും നിങ്ങൾ ആക്രമിക്കുകയോ നശിപ്പിക്കുകയോ നിന്ദിക്കുക പോലും ചെയ്യരുത്. അവരെത്രമാത്രം ആദരിക്കുന്നോ ആ ആദരവ് നിങ്ങളവിടെ അംഗീകരിച്ചു കൊടുത്താൽ മതി. വിശ്വാസവും അതൊക്കെ വേറെ, നിന്ദിക്കരുത് ആരെയും, ആരുടെ മതത്തെയും മത ആരാധനാക്രമങ്ങളെയും എന്ന് ഇസ്ലാം പറഞ്ഞതുകൊണ്ട്. അപ്പോൾ ഇത് നിന്ദിച്ച് ഖുറൈശികൾ ഇതിൻ്റെ മലമൂത്ര വിസർജനം നടത്തിയെന്ന കഥ പറയുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞു നജാശി രാജാവ്. നജാശി രാജാവിൻ്റെ പ്രതിനിധിയായ അബ്രഹത്താണ് അന്ന് യമനിൽ ഭരിച്ചിരുന്നത്. അബ്രഹത്ത് രാജാവ് ഇന്ന് കഅബ പൊളിച്ചിട്ടേ ഇനി അടങ്ങൂ എന്ന് പറഞ്ഞ് ഒരു സൈന്യത്തെയും കൊണ്ട് കഅബയിലേക്ക് മാർച്ച് ചെയ്തു. അങ്ങനെയാണ് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ എന്നുള്ള ആനക്കലഹമുണ്ടാകുന്നത്. ഈ ആനക്കലഹത്തിൻ്റെ അക്കൊല്ലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന ജസീറത്തുൽ അറബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന കാലത്ത് പലയിടത്തും മക്കയിൽ മുശ്രിക്കീകളാണ്, മദീനയിൽ യഹൂദുകളാണ്, അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിൽ നസാറാക്കൾ, നജറാൻ ഭാഗങ്ങളിൽ നസാറാക്കളാണ്, കുറച്ച് ഭാഗങ്ങളിൽ പിന്നെ മജൂസികളാണ്, കുറേയും കൂടി മരുഭൂമിയുടെ ഉൾഭാഗത്ത് പേർഷ്യൻ അതിർത്തി പങ്കിടുന്ന സ്ഥലത്ത് മജൂസികളാണ്. വേറൊരു കൂട്ടരും കൂടി ഉണ്ടായിരുന്നു, സാബിഉകൾ എന്ന് പറയുന്നൊരു കൂട്ടർ. സാബിഉകൾ എന്ന് പറഞ്ഞാൽ അവർ സക്കരിയ നബി അലൈഹി സ്വലാമിൻ്റെ മകൻ യഹ്യാ നബി അലൈഹി സ്വലാമിൻ്റെ അനുയായികളാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. സാബിഉകൾ, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വസാബിഈന വന്നസാറ വൽ മജൂസ് എന്ന് പറഞ്ഞല്ലോ, സാബിഉകൾ. അവർ എല്ലാ മതത്തുനിന്നും തെറ്റിപ്പോയിട്ട് ഒരു വേറൊരു മതം യഹ്യാ നബിയുടെ മതക്കാരാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അവർ സാബിഉകളാണ്. ഈ സാബിഉകൾ ഇത് BC 5, 6 ആ കാലഘട്ടത്തിലാണ് ആ മതം ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ മതം പിന്നീട് യഹൂദ് നസറാക്കളെ പോലെ വളർന്നു വന്നില്ല. അത് ഇറാഖിലും മറ്റൊക്കെ ആയിട്ട് യമൻ തീരത്തും ഇറാഖിലുമായി ഒതുങ്ങിക്കൂടി ഇപ്പം ആ സമൂഹം ഇല്ലാതെയായി പോയി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ സാബികളുണ്ട്. അതൊക്കെ നബി വന്നപ്പോൾ ഇവിടെ നാട്ടിലുള്ളത് തന്നെയാണ്. അഗ്നിയെ ബഹുമാനിക്കുന്ന അഗ്നി ആരാധകന്മാർ, ചരിത്രം പറയുന്നത് അഗ്നി ആരാധന അവർ നടത്തിയിരുന്നില്ല എന്നാണ്. ഈ മജൂസികൾ തീയിനെ പൂജിച്ചിരുന്നില്ല, നേരെ മറിച്ച് തീയിനെ അവർ ബഹുമാനിച്ചിരുന്നു. അവർ ഇബാറത്ത് ചെയ്യുമ്പോൾ തീയ് മുമ്പിൽ കത്തിച്ച് വെച്ചിട്ടാണ് അവർ ഇബാറത്ത് ചെയ്തിരുന്നത്. മാ കാനു യഅ്ബുദൂനൽ അസ്നാം വലാകിൻ യഅ്ബുദൂനൻ നാറ വലാകിൻ യുക്രിമൂനൻ നാറ. തീയിനെ അവർ ആദരിച്ചു. കാരണം വെളിച്ചത്തിൻ്റെ പ്രകാശത്തിൻ്റെ പ്രതീകമാണല്ലോ തീയ്. അതിനെ ആദരിച്ചിട്ട് അവർ ഇബാറത്ത് ചെയ്യുന്നിടത്ത് മുമ്പിൽ തീ കത്തിച്ചു വെച്ചു. അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾക്ക് പേര് ബൈത്തുന്നാർ എന്നായിരുന്നു. ബൈത്തുന്നാർ എന്നർത്ഥം വരുന്ന ഒരു പദമായിരുന്നു അവരുടെ ആരാധനാ കേന്ദ്രം. അതിൻ്റെ അർത്ഥം എന്താ? തീയിൻ്റെ വീട് എന്നാണ്. അതിൽ തീ കത്തിക്കാതെ തീ കെടാതെ സൂക്ഷിക്കലായിരുന്നു അവരുടെ പണി. അതുപോലെ അവരുടെ ആരാധനയ്ക്ക് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന ചെറിയ സ്ഥലങ്ങളൊക്കെ അവർ തീ കത്തിച്ച് അത് കെടാതെ സൂക്ഷിക്കും. അവിടെ നിന്നാണ് സൽമാൻ ഫാരിസിയൊക്കെ വരുന്നത്.
ആ പേർഷ്യൻ സമൂഹമാണ് നമ്മുടെ പാർസികൾ എന്ന് പറയുന്ന ഈ അവള്. ഇപ്പോൾ സറാദസ്റ്റിൻ്റെ ആളുകൾ, അതിന് നമ്മൾ മലയാളത്തിൽ സ്വരാഷ്ട്രർ എന്ന് പറയും, സ്വരാഷ്ട്രമതം. ആ മതത്തിൻ്റെ ആളുകൾ തന്നെയാണ് പാർസികൾ ഒരു ഭാഗത്ത്. അതൊക്കെയാണ് ചരിത്രത്തിൽ കാണുന്നത്. അപ്പോൾ ഏതായിരുന്നാലും പറഞ്ഞു വരുന്നത്, ജസീറത്തുൽ അറബ് പല മതങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് എന്നപ്പോൾ അവിടെ മുസ്ലിങ്ങളാരുമില്ല. കുറച്ച് അൻസാറുകൾ നബിയിൽ വിശ്വസിച്ച ഏതാനും 10-70 ആളുകളും പിന്നെ ഉസൈബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു പ്രബോധനം നടത്തിയിട്ട് കുറച്ചൊക്കെ തൗഹീദിലേക്ക് വന്ന എണ്ണപ്പെട്ട ആളുകളും അല്ലാതെ മദീനക്കാരായ അവിടുത്തെ പ്രധാനികളായ ഗോത്രക്കാർ ജൂതഗോത്രങ്ങളായിരുന്നു. അവരായിരുന്നു അവിടുത്തെ തോട്ടത്തിൻ്റെയും കൃഷിയുടെയും കച്ചവടത്തിൻ്റെയും ഉടമകൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയിട്ട് മദീനയിലെത്തി എന്നെ യുദ്ധം ചെയ്യാൻ പോയിട്ടില്ല, മറ്റു മതക്കാരാണെന്ന് വിചാരിച്ച്. നേരെ മറിച്ച് അവരുമായിട്ട് നബി സന്ധിയിൽ ഏർപ്പെട്ടു. അഹ്ദ് മീസാക്ക് ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടി ചെയ്ത് ആ ഉടമ്പടി നിലനിന്നിരുന്ന വിഭാഗങ്ങളാണ് ബനൂ ഖുറൈള എന്ന് പറയുന്ന പ്രബല യഹൂദി ഗോത്രം. ആ യഹൂദി ഗോത്രം ഉടമ്പടി നിലനിൽക്കുന്ന ഒരു ഗോത്രങ്ങൾ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരൂല. അവരെ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളും അക്രമികൾക്കെതിരിൽ ഈ ഗോത്രത്തെ സഹായിക്കണമെന്നാണ് അന്നത്തെ ആചാരം. അപ്പോൾ ബനൂ ഖുറൈളക്കാരെ ആരാക്രമിക്കാൻ വന്നാലും നബിയും അനുയായികളും സഹായിക്കാൻ പോയിരുന്നു. ബനൂ ഖുറൈളയും നബിയായിട്ടൊരു യുദ്ധം ഉണ്ടായിട്ടില്ല. അവർ സന്ധിയിൽ ജീവിക്കുന്ന ആളുകളാണ്. പക്ഷേ അഹ്സാബ് യുദ്ധം വന്നപ്പോൾ എല്ലാ കക്ഷികളും കൂടി ബനൂ ഖുറൈള നേതാക്കന്മാരെ അടുത്ത് പോയി കണ്ടിട്ട് നമ്മൾ ഒന്നിച്ച് മുഹമ്മദിനെ തുരത്തണം, അതിന് നിങ്ങളും കൂടി സന്ധി ഒഴിവാക്കി വരണം എന്ന് പറഞ്ഞപ്പോൾ അവരും ശത്രുക്കളുടെ കൂടെ കൂടി. അങ്ങനെയാണ് അഹ്സാബ് സഖ്യശക്തികൾ ഉണ്ടാകുന്നത്. ആ സഖ്യശക്തികൾ അവരുടെ കൂട്ടത്തിൽ കുറച്ച് മുനാഫിക്കുകളും. ആ മുനാഫിക്കുകളെ പറ്റിയാണ് നമുക്ക് കഴിഞ്ഞ ആയത്തിലൊക്കെ പറയുന്നത്. യഹ്സബൂനൽ അഹ്സാബ ലം യദ്ഹബു വഇയത്തിൽ അഹ്സാബു യവദ്ദു ലഹു അന്നഹും ബാദൂന ഫിൽ അറാബി യസ്അലൂന അൻ അംബായിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വീട്ടിൽ ആരുമില്ല, ഞങ്ങൾ പോകാറിന് കുറേ ആളുകൾ പോയി. എന്നിട്ട് അവർ ഓടി ഒളിച്ചു മരുഭൂമിയിൽ. എന്നിട്ട് പിന്നെ പേടിച്ച് വിറച്ച് മുസ്ലിങ്ങളെ കൈവിട്ട മുനാഫിക്കുകളുണ്ടായിരുന്നു. അതാണ് ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ. നിങ്ങൾ കാപ്പറ്റ്യത്തോടു കൂടി നടക്കല്ല വേണ്ടത്, അള്ളാഹിൻ്റെ റസൂലിന് നല്ല മാതൃകയുണ്ട്. എന്തിനാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് കാപ്പറ്റ്യം കാണിക്കുന്നത്? അദ്ദേഹം നിങ്ങളോട് കുറ്റം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ, നല്ല മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അള്ളാഹ് വേണം, യൗമുൽ ആഖിറത്തിൽ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ റസൂലിൻ്റെ ഒപ്പം കൂടെയാണ് വേണ്ടത്. അദ്ദേഹത്തിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. ഒരു തെറ്റ് പോലും അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല എന്ന ആയത്ത് അള്ളാഹു ദക്കറല്ലാഹ കസീറ, അള്ളാഹുവിനെ ഓർക്കുന്നവർക്ക് മാതൃകയുണ്ട് എന്ന് പറഞ്ഞ ആ മുനാഫിക്കുകളോടും അദ്ദേഹത്തിൻ്റെ എതിരാളികളായ എല്ലാവരോടും ആ പറയുന്നത്. നിങ്ങൾ നബിയോട് ഉക്രമിക്കാൻ വരണ്ട, മുഹമ്മദ് നബിയെ നിങ്ങൾ ഒരിക്കലും ശത്രുവായി കാണണ്ട, അദ്ദേഹം മാതൃകാ പുരുഷനാണ്. എന്ത് കുറ്റമാണ് നിങ്ങൾ അദ്ദേഹത്തിൽ കണ്ടത്? നല്ല മാതൃകയുണ്ട് എന്ന് പറഞ്ഞ് അല്ലാഹു തആല അവർക്ക് മാർഗനിർദ്ദേശം നൽകി. അതാണ് കഴിഞ്ഞ ആയത്തിൽ. ഇനി വരുന്നത്, എന്നാൽ വിശ്വാസികളുടെ നിലപാട് എന്തായിരുന്നു അഹ്സാബ് യുദ്ധത്തിൽ? അതാണ് വലമ്മാ റഅൽ മുഅ്മിനൂനൽ അഹ്സാബ, വലമ്മാ റഅൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ കണ്ടു. വലമ്മാ റഅൽ മുഅ്മിനൂനൽ അഹ്സാബ, സത്യവിശ്വാസികൾ ആ സൈന്യങ്ങളെ, സഖ്യശക്തികളെ കണ്ടപ്പോൾ, ഇതാദ്യമായിട്ടാണ് ഹിജ്റ 5-ാം കൊല്ലത്തിൽ ഇങ്ങനൊരു യുദ്ധം ഇവർ അഭിമുഖീകരിക്കുന്നത്. ഉഹദാവട്ടെ, ബദറാവട്ടെ, മുറൈസി പോലെയുള്ള ചെറിയ ചെറിയ യുദ്ധങ്ങളൊക്കെ ഉണ്ടായതും അത് കൃത്യമായും ഇവരെ മുശ്രിക്കുകളുമായിട്ടായിരുന്നു, മക്കക്കാരുമായിട്ടായിരുന്നു. പക്ഷേ ഇവിടെ സഖ്യശക്തികൾ പോലും ഉടമ്പടി ലംഘിച്ചുകൊണ്ട് അഹ്സാബായിട്ട് പിന്നെ ബനൂ ഖുറൈള ഉടമ്പടി ചെയ്തവർ പോലും ഉടമ്പടി ലംഘിച്ച് സഖ്യശക്തികളുടെ കൂടെ ചേർന്ന് എല്ലാവരും കൂടി നബിയെ എതിർക്കുന്ന അവസ്ഥയാണ്. അതാണ് വലമ്മാ റഅൽ മുഅ്മിനൂനൽ അഹ്സാബ. ആ സഖ്യശക്തികളെ സത്യവിശ്വാസികൾ കണ്ടപ്പോൾ അവർ ഒരിക്കലും
പിന്തളരുകയല്ല, തളർന്നു പോവുകയോ പിന്നിലേക്ക് മാറുകയോ അല്ല ചെയ്തത്. അവർക്ക് വിശ്വാസം വർദ്ധിച്ചു. അതാണ് ഖാലു, അവർ പറഞ്ഞു, ഹാദാ മാ വഅദനല്ലാഹ്, ഇത് അള്ളാഹു ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് തന്നെയാണ്, വറസൂലുഹു, അള്ളാഹുവിൻ്റെ റസൂലും. അതിന് ഞങ്ങൾക്കിത് പുത്തിരിയല്ല. വിശ്വാസികളെ നശിപ്പിക്കാൻ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ ഒന്നിച്ചുകൂടും. അത് അന്നും ഇന്നും പുത്തിരിയല്ല. വിശ്വാസികളെ അവരെ ദീനിൽ നിന്ന് തെറ്റിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, സ്കൂളിൻ്റെ കുട്ടികളിൽ കൂടി ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യും വരും. അതല്ലാത്ത രൂപത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യും. എങ്ങനെയും ചെയ്യും. അത് അന്നും ഉള്ളത് തന്നെയാണ്. അപ്പോൾ വിശ്വാസികൾ പറഞ്ഞത് എന്താ? അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശഹും ഫസാദഹും ഈമാന. ആളുകൾ പറഞ്ഞു, എല്ലാവരും നിങ്ങൾക്കെതിരിൽ സംഘടിച്ചിരിക്കുന്നു, ഫഖ്ശൗഹും, നല്ലോണം പേടിച്ചിരുന്നോളി എന്ന് മുസ്ലിങ്ങളോട് ആരൊക്കെ വന്ന് പറഞ്ഞു. എല്ലാവരും നിങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞപ്പോൾ ഫസാദഹും ഈമാന, അവർക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത്. വഖാലു, അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹ് മതി. എല്ലാവരും ഞങ്ങൾക്കെതിരാണെങ്കിലും പടച്ചോൻ ഞങ്ങളെ സഹായിക്കുമെന്ന് തവക്കുലാക്കിയത്. നിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞു എന്നാണ് ഈ ചരിത്രത്തിൽ പറയുന്നത്. അതാണ് ഹാദാ മാ വഅദനല്ലാഹു വറസൂലുഹു. ഇത് അതായത് ഞങ്ങൾക്കെതിരെ എല്ലാവരും ഒരിക്കൽ സംഘടിക്കുമെന്ന് അല്ലാഹും റസൂലും വാഗ്ദാനം ചെയ്തത് തന്നെയാണ്. അപ്രതീക്ഷിതമായതൊന്നുമല്ല, അതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. വസദഖല്ലാഹു വറസൂലുഹു, അള്ളാഹുവും റസൂലും പറഞ്ഞത് സത്യമായിരിക്കുന്നു. ഇപ്പം ഞങ്ങൾക്കെതിരിൽ സന്ധി ചെയ്ത ബനൂ ഖുറൈള പോലും ഞങ്ങൾക്ക് എതിരിലായില്ലേ, അത് അല്ലാഹും റസൂലും പറഞ്ഞത് സത്യമായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. വമാ സാദഹും, ആ സഖ്യശക്തികളുടെ ആ ഒരുമ ഇവർക്ക് വർദ്ധിപ്പിച്ചില്ല, ഇല്ല ഈമാനൻ, ഈമാനല്ലാതെ, വ തസ്ലീമ, അള്ളാഹുവിന് കീഴ്പ്പെടുക എന്ന ബോധവും ഈമാനുമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിച്ചില്ല. എല്ലാവരും നബിക്കെതിരിൽ വന്നപ്പോൾ അവർക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത്. അള്ളാഹുവിന് വേണ്ടി തസ്ലീം, സമർപ്പിക്കണം എന്ന ബോധം കൂടുതലാവുകയാണ് ചെയ്തത്. അവർ ഭീരുക്കളാവുകയോ പിന്മാറുകയോ ചെയ്തില്ല. എന്നിട്ട് ഖന്തക്കിൻ്റെ തന്ത്രമൊക്കെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു ആണ് ഇത് ചെയ്യുന്നത്. സൽമാനുൽ ഫാരിസി പിന്നെ അവർക്ക് പേർഷ്യയിൽ പലരുമായിട്ടും മുമ്പ് കാലം യുദ്ധം ചെയ്തിട്ടുള്ള പുതിയ പുതിയ മരുഭൂമിയിലെ യുദ്ധതന്ത്രങ്ങൾ അറിയുന്നവരാണ് അവർ. അതുകൊണ്ട് എന്താണ് ആ ഖന്തക്ക്, അന്ന് ഖന്തക്കാണെങ്കിൽ ഇന്നിപ്പോൾ എന്താണ്, ഇന്ന് ഉള്ളിലേക്കുള്ള അറകളാണ്, എന്താ പറയുക, ബങ്കറുകളാണ് ഇന്നുള്ളത്. അതെ, പക്ഷേ അന്ന് ബങ്കറൊന്നുമല്ല, അന്ന് വലിയ കിടങ്ങ് കുഴിച്ചു എന്ന്. സൽമാൻ ഫാരിസിയാണ്. സൽമാൻ ഫാരിസി തന്നെ മുസ്ലിം ആകുന്നത് നമുക്കറിയാലോ, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരു വല്ലാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹം മുസ്ലിം ആകുന്നത്. സൽമാൻ ഫാരിസി പേർഷ്യയിലെ ഒരു മജൂസി കുടുംബത്തിൻ്റെ കർഷകനായ മജൂസി പിതാവിൻ്റെ മകനാണ് അദ്ദേഹം. ഈ പിതാവ് ഒരു പള്ളിയുടെ വികാരിയാണ്. ആ പള്ളിയിലെ വികാരി ഒരു ചെറിയ തക്യാവിൻ്റെ വികാരി അച്ഛനാണ്. ഈ വികാരിക്ക് പണി ആ തീ അവർക്ക് ആരാധിക്കണമെങ്കിൽ മുന്നിൽ തീ വേണം. അപ്പോൾ തീ കടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ വികാരിൻ്റെ പണി. അതാണ് ഓരോ ബാങ്ക് കൊടുക്കേണ്ട ഒരാൾ ഇവിടെ ഇങ്ങനെ കാരണമായിൽ ഇത് തീ കടാതെ ഇങ്ങനെ സൂക്ഷിക്കുക. ആളുകൾ ഇബാദത്ത് ചെയ്യാൻ വരുമ്പോൾ തീ കത്തിക്കൊണ്ടിരിക്കണം. പക്ഷേ ഇയാൾക്ക് മറ്റേതോ ജോലിക്ക് വേണ്ടി, കർഷക വൃത്തിക്ക് വേണ്ടി പോകേണ്ടതുണ്ടായതുകൊണ്ട് മകന് വലുതായപ്പോൾ മകൻ്റെ അടുത്ത് ഏൽപ്പിച്ചു, ഈ തീ അടച്ച് അവിടെ നിന്നോ, ഈ തീയും കത്തിച്ചുകൊണ്ട് അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു. ജീവിക്കാനുള്ള മാർഗത്തിന് വേണ്ടി പിതാവ് പോയി. ഈ കുട്ടി കുറേ ഇതിങ്ങനെ തീയിൻ്റെ അടുത്ത്, എന്തിനാ അപ്പം ഇതെന്താ, ഇത് നമ്മളെ ദൈവറ്റാണോ, എന്തിനാ ഇത് കത്തിക്കുന്നു എന്നുള്ള ചെറുപ്പക്കാരന് ഒരു ചിന്ത, ഒരു മറിച്ചുള്ള ചിന്ത. അയാൾ പിതാവ് അറിയാതെ അവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞ് നടന്നു പട്ടണങ്ങളിൽ. അപ്പോഴാണ് ആരാധനാ കേന്ദ്രങ്ങൾ കാണുന്നത്. ആരാധനാ കേന്ദ്രങ്ങൾ കണ്ടപ്പോൾ, നസാറാക്കളുടെ ആരാധനാ കേന്ദ്രങ്ങൾ കണ്ടപ്പോൾ, ഇതാണ്, ഇവിടെ ദൈവത്തെ ഉണ്ടാവും, ഇവിടെ പടച്ചോണ്ടാവും എന്ന് പറഞ്ഞ് സത്യം അന്വേഷിച്ച് അവിടെ പോയി കുറേ കാലം താമസിച്ചു.
അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, അതിനൊന്നും അയാൾക്ക് ഇഷ്ടമായില്ല, ബോധ്യമായില്ല. ഇവിടെ ദൈവിക സാന്നിധ്യമുണ്ടെന്നും ഇതാണ് മോക്ഷത്തിൻ്റെ മാർഗമെന്നും ബോധ്യമായില്ല. അങ്ങനെ കുറേ ആരാധനാ കേന്ദ്രങ്ങളിൽ കൂടി ചുറ്റിക്കറങ്ങി താമസിച്ചും നിരീക്ഷിച്ചും അവസാനം സംശയിച്ച് അദ്ദേഹം അങ്ങാടിയിൽ കൂടി നടക്കുമ്പോഴാണ്, ഒരു ഭ്രാന്തനെ പോലെ നടക്കുമ്പോഴാണ് മദീനത്ത് നിന്ന് കച്ചവടത്തിന് വന്ന യഹൂദികൾ ഇയാളെ കാണുന്നത്. എന്താ ഏതാന്നൊക്കെ ചോദിച്ചപ്പോൾ ആളും നാഥനും എന്നുവെച്ച് പോരേന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി, അടിമയായി കൂട്ടിക്കൊണ്ടുപോയി. എവിടേക്ക്? മദീനയിലേക്ക്. അങ്ങനെ യഹൂദികളുടെ അടിമയായിട്ടായിരുന്നു മദീനത്ത് അദ്ദേഹം സൽമാനുൽ ഫാരിസി എത്തിച്ചേരുന്നത്. കുറേ കാലം അവരുടെ കൂട്ടത്തിൽ അടിമയായിട്ട് അദ്ദേഹം താമസിച്ചു. ആ ഇടക്കാണ് മദീനയിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, മക്കയിലുള്ള പ്രവാചകനാണ്, മദീനത്താണ് എത്തിയിട്ടുണ്ട്, ഹിജ്റ വന്ന് പലായനം ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ, മദീനത്തെ യഹൂദികളിൽ നിന്ന് കേട്ടതാണ്, യജമാനന്മാരിൽ നിന്ന്. അപ്പോൾ അദ്ദേഹം യജമാനന്മാരറിയാതെ ഈ പ്രവാചകനെ കാണാൻ പോയി. നിങ്ങളെന്താ, എന്താ നിങ്ങളെ മതം, എന്താ നിങ്ങൾ പറയേണ്ടത്? അങ്ങനെ ഖുർആൻ ഓതി കൊടുത്തു പ്രവാചകൻ. ആ കുട്ടിക്കത് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടു. അദ്ദേഹം വിശ്വാസിയായി. അങ്ങനെയാണ് സൽമാനുൽ ഫാരിസി എന്ന് പറയുന്ന ആൾ വിശ്വാസിയാകുന്നത്. അതായത് ഓരോരോ നിയോഗം എന്ന് പറയാനോ, നിയോഗമാണ്. ഏതോ നാട്ടിലെ ഏതോ മജൂസിൻ്റെ മകന് മദീനത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ട് വിശ്വാസം ചോദിച്ചറിഞ്ഞുണ്ടായി, അദ്ദേഹം വിശ്വാസിയായി. അദ്ദേഹം പിന്നെ നബിയുടെ മുന്നണി പോരാളിയായി ദീനീ ദൈവത്തിന് മുന്നിൽ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ആ മുഹമ്മദ് നബിയെ പോറ്റി വളർത്തിയ, അദ്ദേഹത്തിന് തിന്നാനും കുടിക്കാനും സംരക്ഷണമൊക്കെ കൊടുത്ത് പോറ്റി വളർത്തി, 40 കൊല്ലം പോറ്റി വളർത്തി, അതിൻ്റെ ശേഷവും പോറ്റി വളർത്തി. ഖുറൈശികൾക്ക് നിങ്ങൾ അവനെ തൊടാൻ കഴിയൂല എൻ്റെ മുഹമ്മദിനെ എന്ന് പറഞ്ഞ ആളാണ് ആര്? അബൂ താലിബ്, നബിയുടെ പപ്പ. ആ വീട്ടിലാണ് മുഹമ്മദ് നബി ജനിച്ചു വളർന്നത്. ആ വീട്ടിൽ താമസിക്കുന്ന ആ കാലഘട്ടത്തിലാണ് അദ്ദേഹമാണ് കല്യാണം കഴിച്ചു കൊടുത്തത് അബൂ താലിബ്. ആ വീട്ടിൽ വെച്ച് ദഅവത്ത്, അവിടുത്തെ ഇസ്ലാം വന്നപ്പോൾ അബൂ താലിബിൻ്റെ മോൻ്റെ വീട്ടിൽ ഇസ്ലാം വന്നിട്ട് ആ ഇസ്ലാം വിശ്വസിക്കാൻ അബൂ താലിബിന് ഭാഗ്യമുണ്ടായില്ല. അപ്പോൾ ഒരു നിയോഗം എന്ന് പറഞ്ഞല്ലോ, പഠിച്ചോൻ്റെ നിയോഗം, ഇതൊക്കെ ഉണ്ടായിട്ടും അത് വിശ്വസിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായില്ല, അബൂ താലിബിന്. എന്നാലോ എവിടുന്നോ ഉള്ള ഒരു മജൂസി, ഏതോ മലമുകളിൽ നിന്ന് അലഞ്ഞു തിരിഞ്ഞ് നടന്ന മജൂസി അവസാനം യഹൂദിയുടെ കൂട്ടത്ത് കയ്യിലെത്തിപ്പെട്ട് അയാൾ കേട്ടറിഞ്ഞ് മുഹമ്മദ് നബിനെ പോയി കണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാനുള്ള ഭാഗ്യമുണ്ടായി എന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ മുന്നിലുള്ള ഒരു വലിയ ധീരനായ സഹാബിയായി മാറാനുള്ള തൗഫീഖും ഉണ്ടായി. ഇതിൽ നിന്ന് നമുക്ക് നൽകുന്ന പാഠം എന്താണെന്ന് ചോദിച്ചാൽ, ഹിദായത്ത് എന്ന തൗഫീഖ്, നല്ല മനസ്സും നന്നായി തീരണം എന്ന വിചാരമുണ്ടെങ്കിൽ ഹിദായത്ത് കിട്ടും. അബൂ താലിബിന് ആ വിചാരം ഉണ്ടായില്ല. വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദിൻ മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന ലൗലൽ മലാമത്തു ഔ ഹദാറു മസബ്ബത്തിൻ ലവജത്തനി സംഹം ബിദാക മുബീന എന്നാണ് മുഹമ്മദ് നബിയോട് പറഞ്ഞത് അബൂ താലിബ്. എന്താണത്? വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദിൻ, മുഹമ്മദ്, എൻ്റെ മകൻ മുഹമ്മദ് കൊണ്ടുവന്ന മതം, അത് മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന, ഈ മനുഷ്യ സമൂഹത്തിലേക്ക് ഇറക്കപ്പെട്ട മതത്തിൽ ഏറ്റവും നല്ല മതമാണ് മുഹമ്മദ് നബിയുടെ മതം എന്ന് എനിക്ക് കൃത്യമായി അറിയാം. അപ്പോൾ അറിയിട്ടല്ല, പിന്നെന്താ? ലൗലൽ മലാമത്തു ഔ ഹദാറു മസബ്ബത്തിൻ, മറ്റുള്ള ഖുറൈശികൾ ആക്ഷേപിക്കും എന്ന് പേടിയില്ലായിരുന്നുവെങ്കിൽ, ഔ ഹദാറു മസബ്ബത്തിൻ, അല്ലെങ്കിൽ ഖുറൈശിക്കാരണവന്മാർ ചീത്ത പറയും എന്നുള്ള പേടിയില്ലായിരുന്നുവെങ്കിൽ, ലവജത്തനി സംഹം ബിദാക മുബീന, ഈ മതത്തിനെ സ്വമേധയാ വിശ്വസിക്കുന്നവനായി നിനക്കെന്നെ കാണാമായിരുന്നു. അപ്പോൾ വിശ്വാസത്തിൻ്റെ തടസ്സം എന്താ? ആ തറവാടിത്തം പോകുന്നതാണ്. ഞാൻ ഖുറൈശികളുടെ കൂട്ടത്തിൽ അബൂ താലിബ് പ്രമാണിയാണ്, കാരണവരാണ്, കഅബൻ്റെ മുത്തവല്ലിയാണ്. ആ സ്ഥാനം പോകും വിശ്വസിച്ചാൽ. അപ്പോൾ ഒരു ചീത്ത നിങ്ങൾ ഈ കാക്ക വയസ്സുകാലത്ത് മോൻ്റെ വർത്തമാനം കേട്ടിട്ട് മുസ്ലിമായില്ലേ, നമ്മളെ കാക്കക്കാരണവന്മാരൊക്കെ
സ്വീകരിച്ച് വന്ന ദീനിനെ വിടേണ്ടി വന്നില്ലേ എന്ന ഒരു ചീത്തപ്പേരില്ലായിരുന്നുവെങ്കിൽ ലഭജത്തനീ സംഹംബിദാക മുബീന, ഈ മതത്തെ ഞാൻ സ്വമേധയാ സന്തോഷത്തോടെ അംഗീകരിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിൽ വിശ്വാസം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചെല്ലാൻ അദ്ദേഹത്തിൻ്റെ കുടുംബ മഹിമയും കിബറും സമ്മതിച്ചില്ല എന്നാണ്. അപ്പോൾ വിശ്വസിക്കാനുള്ള തൗഫീക്ക് എല്ലാം ഒത്തു വന്നിട്ടും വിശ്വസിച്ചില്ല. മറ്റേ ആൾക്ക് ഒരു സാഹചര്യമില്ലാതെ തന്നെ സൽമാനുൽ ഫാരിസി വിശ്വാസം ചോദിച്ചറിഞ്ഞ് വന്ന് വിശ്വസിച്ചു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത്, അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നിട്ട് ആദ്യം അവരേറ്റ് യുദ്ധം ചെയ്യലല്ലോ, അവരോട് സന്ധി നടത്തി. ആ സന്ധി ലംഘിച്ചുകൊണ്ടാണ് നബിയോട് യുദ്ധം ചെയ്യാൻ വന്നത് ബനൂ ഖുറൈളക്കാർ. വേറെയുള്ളവരൊക്കെ യുദ്ധം ചെയ്താലും ശത്രുക്കൾ തന്നെ. ഇത് ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. ഒരുപാട് സഹായിച്ചവരാണ് ബനൂ ഖുറൈള നബിയെ. നബി അങ്ങോട്ടും നന്നായി സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വൈരാഗ്യ നിമിത്തം യുദ്ധം ചെയ്യാൻ വന്നു. അപ്പം അതാണ് കഴിഞ്ഞ വിഷയത്തിൽ വിശ്വാസികൾ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് തന്നെയാണ്, ഞങ്ങൾക്ക് ഈമാന് കൂടിയിട്ടേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും പിന്മാറുന്ന പ്രശ്നമില്ല എന്ന് വിശ്വാസികൾ പറഞ്ഞു. മറ്റോലാണെങ്കിലോ മറ്റോൽ പല ഒഴികഴിവുകളും പറഞ്ഞ് മുനാഫിക്കുകൾ മാറി. അപ്പോൾ മുനാഫിക്കുകൾ ദീനിന് വേണ്ടി സേവനം ചെയ്യുന്നിടത്ത് ഉണ്ടാവില്ല, എന്നാൽ മറ്റേ ആളുകൾ വിശ്വാസികൾ എപ്പോഴും ഉണ്ടാകും എന്നുള്ള നമുക്ക് പഠിപ്പിച്ചു തരാണ്. ഇനി മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി. മിനൽ മുഅ്മിനീന വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട് റിജാലുൻ കുറേ ആളുകൾ, കുറേ ആണുങ്ങൾ തന്നെ വേണമെങ്കിൽ അർത്ഥം, ആൺകുട്ടികൾ. അതായത് വിശ്വാസികളിൽ ധീരന്മാരായ കുറേ ആളുകളുണ്ട്. സദഖൂ അവർ സത്യമാക്കി, മാ ആഹദുല്ലാഹ അലൈഹി ഏതൊന്നിൻ്റെ മേൽ അള്ളാഹുവിനോട് കരാറ് ചെയ്തുവോ അത് അവർ സത്യമാക്കി കാണിച്ചു കൊടുത്തു. അങ്ങനെയുള്ള കുറേ വിശ്വാസികൾ അവരുടെ കൂട്ടത്തിലുണ്ട്. അതായത് ദീനിന് വേണ്ടി ഞാൻ എന്തിനും തയ്യാറാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് സേവന സന്നദ്ധതയ്ക്ക് വേണ്ടി കരാറ് ചെയ്ത ആളുകൾ വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട്. ഫമിൻഹും, വിശ്വാസികളെ പ്രശംസിക്കുകയാണ് അല്ലാഹു തആല. ഫമിൻഹും, എന്നാൽ അവരുടെ കൂട്ടത്തിൽ മൻ ഖളാ നഹ്ബഹു, അവരുടെ ആയുസ് പൂർത്തിയാക്കിയവരുണ്ട്. നഹബ് എന്ന് പറഞ്ഞാൽ മരണം എന്നാണ്. മൻ ഖളാ നഹ്ബഹു എന്ന് പറഞ്ഞാൽ അവരുടെ നഹബ് പൂർത്തിയാക്കി. നഹബ് വീട്ടി എന്ന് പറഞ്ഞാൽ അവൻ്റെ ആഗ്രഹം, മരണം എന്നുള്ളത് അതിൻ്റെ ഇതാണ്, അതിൻ്റെ രണ്ടാമതൊരർത്ഥമാണ്. അവൻ്റെ ആഗ്രഹം പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ എന്താ, ദീനിന് വേണ്ടി സേവനം ചെയ്ത് മരിക്കണമെന്ന ആ ആഗ്രഹം പൂർത്തിയാക്കിയവർ അവരുടെ കൂട്ടത്തിലുണ്ട്. ഒമിൻഹും മൻ യൻതളിർ, എന്നാൽ അവരുടെ കൂട്ടത്തിൽ ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ കാത്തിരിക്കുന്നവരുമുണ്ട്. ഒമാ ബദ്ദലൂ തബ്ദീല, ദീനിൽ അവർ ഒരു മാറ്റവും വരുത്തിയില്ല. വിശ്വാസികളെപ്പറ്റി പറഞ്ഞപ്പോൾ വിശ്വാസികളെ വിശേഷിപ്പിച്ചാണ്. വിശ്വാസികൾ പലരും അള്ളാഹുമായി കരാർ ചെയ്തവരാണ്. മുഹമ്മദ് നബിയെ സംരക്ഷിക്കാം, ദീനിനെ സംരക്ഷിക്കാം, ആ സംരക്ഷിച്ചുകൊണ്ട് മരിക്കാനും തയ്യാറാണെന്ന് കരാർ ചെയ്ത ആളുകൾ അവരുടെ ആ ആഗ്രഹം നിറവേറ്റി മരിച്ചുപോയ കൂട്ടരുണ്ട്. മൻ ഖളാ നഹ്ബഹു എന്ന് പറഞ്ഞാൽ ആവശ്യം നിറവേറ്റി മരിച്ചുപോയി. ഒമിന്നും മൻ യൻതളിർ, പലരും ആവശ്യം നിറവേറ്റി മരണം കാത്തിരിക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതായാലും മരിക്കണമല്ലോ, മരിക്കോളം ദീനിൻ്റെ മാർഗത്തിൽ ജീവിക്കുമെന്ന അത് കാത്തിരിക്കുന്നവരുമുണ്ട്. ഇത് ഈ ആയത്തിൻ്റെ അവതരണ സാഹചര്യം പറയുന്നത് അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു എന്ന ഒരു സഹാബി, അനസ് ബിൻ മാലിക്കിൻ്റെ അടുത്ത ബന്ധുവാണ് അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ദീനിന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറായിരുന്നു. നബിയോട് കരാർ ചെയ്തിരുന്നു, നബി ഈ ഒരു സത്യം ഇവിടെ മനുഷ്യർക്കിടയിൽ നിലനിൽക്കാൻ, അള്ളാഹുവിനെ ആരാധിച്ച് മനുഷ്യ സമൂഹത്തോട് നന്മ ചെയ്ത് മദ്യവും തോന്നിവാസങ്ങളും ഇല്ലാതെ സത്യസന്ധമായി ജീവിക്കണമെന്ന ഈ ദീന്, ആ ദീനിന് വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറാണ് എന്ന് അദ്ദേഹം റസൂലിനോട് വാഗ്ദാനം ചെയ്ത സഹാബികളിൽ ഒരാളാണ് അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു. എന്നാൽ ബദർ യുദ്ധത്തിലേക്ക് അദ്ദേഹത്തിന് പോകാൻ, ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല.
കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധം ഉണ്ടായത് നബി യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടതല്ല, മറ്റൊരാവശ്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതായിരുന്നു. മദീനയെ ആക്രമിക്കാൻ വേണ്ടി അബൂ സുഫിയാനും സംഘങ്ങളും കുറേ പണം സമ്പാദിച്ച് വരുന്നുണ്ട്. അവരുടെ പണം അവർ മക്കത്തെത്തിയാൽ ആ പണം ഉപയോഗപ്പെടുത്തി അവർ മദീനക്കു നേരെ ശക്തമായ ഒരാക്രമണം നടത്തും എന്ന് നബി മനസ്സിലാക്കിയപ്പോൾ അവരെ ദുർബലപ്പെടുത്തണം, അവരുടെ പണം കച്ചവട ലാഭം പിടിച്ചെടുക്കണം, എന്നിട്ട് അവർ ദുർബലരാവണം എന്ന ഒരു പട്ടാള തന്ത്രം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് പുറപ്പെട്ടത്. എന്നാലോ അല്ലാഹു തആല തീരുമാനിച്ചത് അങ്ങനെ മറ്റുള്ളവൻ്റെ പണം വാങ്ങി അത് പിടിച്ചെടുത്ത് ദുർബലരാക്കല്ല, നേർക്കുനേരെ ഏറ്റുമുട്ടണമെങ്കിൽ ഏറ്റുമുട്ടുന്നതാണ് നല്ലത് എന്നാണ് അള്ളാഹുവിൻ്റെ തീരുമാനം. അങ്ങനെയാണ് നബി ബദറിൽ എത്തിപ്പെടുന്നത് സഹാബികളെയും കൊണ്ട്. ഒരിക്കലും യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതല്ല. അപ്പം അതുകൊണ്ട് തന്നെ യുദ്ധത്തിനല്ലല്ലോ, അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ തടയാനല്ലേ. അതിനിപ്പോൾ എല്ലാവരും പോണ്ടല്ലോ എന്നും പറഞ്ഞ് കുറച്ച് ആളുകൾ, പല തിരക്കുള്ള ആളുകൾ മാറി നിന്ന കൂട്ടത്തിൽ അനസ് ബിൻ റളിയല്ലാഹു അൻഹു മാറി നിന്ന ആളാണ്. എന്നാൽ അവർക്ക് അദ്ദേഹത്തിന് ദീനിൻ്റെ സേവനത്തിന് എന്നും സന്നദ്ധനായിരുന്നു. ഉഹദ് യുദ്ധം ഉണ്ടായപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ ഉഹദിലേക്ക് പുറപ്പെട്ടു. ശത്രുക്കൾ ആദ്യം പരാജയപ്പെടുകയും വിശ്വാസികൾ വിജയിക്കുകയും ചെയ്തു ഉഹദിൽ. എന്നാൽ മലയുടെ മുകളിൽ ജബലുർ റുമാത്ത് എന്ന മലയുടെ മുകളിൽ അമ്പെയ്ത്തുകാരെ നിർത്തിയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരോട് പറഞ്ഞിരുന്നു, ഞങ്ങളെ പക്ഷികൾ റാഞ്ചിക്കൊണ്ടുകയാണെങ്കിലും നിങ്ങൾ ആ മലൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങരുത്. 50 ആളുകളെ നിർത്തിയിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ. കാരണം അത് ശത്രുക്കൾ വരുന്ന വഴിയിലാണ് വരുന്നത്, നേരിട്ട് ഉയരത്തിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ജബലുർ റുമാത്ത്. ഇന്ന് യോധ പോയി കാണാം ആ ജബലുർ റുമാത്ത്. അപ്പം ഇന്ന് എല്ലാവരും കൂടി അങ്ങനെ ചെറുതായി വരുന്നുണ്ട്, അതിൻ്റെ മണ്ണൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട്. ഇതിനേക്കാൾ ഉയരമുള്ള മലയായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ ശത്രുക്കളെ നിരീക്ഷിച്ചുകൊണ്ട് നബി 50 ആളുകളെ നിർത്തി. ശത്രുക്കൾ പരാജയപ്പെട്ടു, അവർ പിന്തിരിഞ്ഞു ഓടി. വിശ്വാസികൾ വിജയിച്ചപ്പോൾ ഈ മലയുടെ മുകളിൽ നിൽക്കുന്നവർക്ക് തോന്നി, ഇനിയിപ്പോൾ ഞങ്ങളെന്തിനാ കിടക്കണത്. നബി പറഞ്ഞത് അവരോട്, ഞങ്ങളെ പക്ഷികൾ റാഞ്ചി കൊണ്ടുപോവുകയാണെങ്കിലും നിങ്ങൾ ഇറങ്ങരുത് എന്നാണ്. പക്ഷേ ആ ഒരു ശക്തമായ കൽപ്പന അവരുടെ മനസ്സിൽ നിന്ന് പോയി. കാരണം ഇവിടെ യുദ്ധം കഴിഞ്ഞില്ലേ, ഇനി അവർ വിട്ടേച്ച് പോയ ആയുധങ്ങളും മറ്റുമൊക്കെ പെറുക്കിക്കൂട്ടുന്ന തിരക്കിലാണ് സഹാബിമാർ. അപ്പോൾ ഇവരും അവിടുന്ന് ഇറങ്ങി വന്നു, കുറച്ചാളുകൾ ഒഴിച്ച് ബാക്കിയുള്ളവർ ഇറങ്ങി വന്നു. ഈ തക്കം നോക്കി ശത്രുക്കൾ പിന്തിരിഞ്ഞോടിയ ശത്രുക്കൾ തിരിഞ്ഞു നോക്കിയപ്പോൾ മലയുടെ മുകളിൽ ആരുമില്ല. ഞങ്ങൾ മടങ്ങി വന്നാൽ ഞങ്ങളെപ്പറ്റി വിവരം കൊടുക്കാൻ, മുസ്ലിങ്ങൾക്ക് മുഹമ്മദിന് വിവരം കൊടുക്കാൻ ആരുമില്ല, മലൻ്റെ മുകളിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അവർ നേരെ തിരിച്ചു വന്നിട്ട് ഈ ജബലുർ റുമാത്ത് ആയിരുന്ന ചുരുക്കം ചില ആളുകളെ കൊന്ന് അവരത് കയറി മറിഞ്ഞിട്ട് അതിൻ്റെ താഴ്വരയിലാണ് മുസ്ലിങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. അപ്പോഴാണ് മുസ്ലിങ്ങൾ പിന്തിരിഞ്ഞോടേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏതാനും സഹാബികളും ഒറ്റപ്പെട്ടു. ഈ സമയത്ത് ഇത് കണ്ടു നിൽക്കുകയാണ് അനസ് ബിൻ നദർ. അദ്ദേഹം ഓടി ശത്രുക്കളുടെ നേരെ, ഒരുപാട് ശത്രുക്കൾ ഒന്നിച്ചു വരുമ്പോൾ അവരുടെ മുന്നിലേക്ക് ഇദ്ദേഹം ചാടി വീണ് യുദ്ധം ചെയ്ത് അദ്ദേഹം മരിച്ചു, ഷഹീദായി. കാരണം നബിയെയാണ് ആക്രമിക്കാൻ വരുന്നത്, അത് സഹിക്കണില്ല അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം ചാടി വീണു, അദ്ദേഹം മരിച്ചു. പിന്നീട് മടങ്ങിപ്പോയവരൊക്കെ തിരിച്ചു വന്നു, ശത്രുക്കൾ പിന്തിരിഞ്ഞ് ഓടി, അങ്ങനെയൊക്കെ കുറേ സംഭവം. ഒരുപാട് പരിക്ക് പറ്റി, ഒരുപാട് സഹാബിമാർ മരിച്ചുപോയി. അതൊക്കെ ഉഹദ് യുദ്ധത്തിൻ്റെ സംഭവമാണ്. അപ്പോൾ ഇതിൽ ആ അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നബി പരിശോധിച്ച് നോക്കിയപ്പോൾ 80 വെട്ടുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന്. 80 വെട്ടുകൾ, ആ വെട്ടിയെടുത്തൊക്കെ മാരകമായ മുറിവുകളും. ഈ സംഭവത്തിൻ്റെ ശേഷമാണ് ഈ ആയത്തിറങ്ങുന്നത്. മിനൽ മുഅ്മിനീന റിജാലുൻ, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ കുറച്ച് ആണുങ്ങളായിട്ടുള്ള ആളുകളുണ്ട്, അതിന് ധീരന്മാരായ കുറേ ആളുകളുണ്ട്. സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി,
അള്ളാഹുവിനോട് ചെയ്ത കരാറ് അവർ കൃത്യമായി പാലിച്ചു. ഫമിൻഹും മൻ ഖളാ നഹ്ബഹു, അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ പലരും അവരുടെ ആവശ്യം തീർത്ത് മരിച്ചു പോയിട്ടുണ്ട്. വമിൻഹും മൻ യൻതളിർ, വേറെ കുറേ ആളുകൾ മരണവും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തു തന്നെയായിരുന്നാലും വമാ ബദ്ദലൂ തബ്ദീല, അവർ അള്ളാഹുവിനോടുള്ള കരാറിൽ ഒരു മാറ്റവും വരുത്തിയില്ല. കൃത്യമായി അതവർ പാലിച്ചിട്ടുണ്ട്. ലിയജ്സിയല്ലാഹു സാദിഖീൻ, എന്തിനാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ലിയജ്സിയല്ലാഹ്, അള്ളാഹു ജസാ കൊടുക്കാൻ വേണ്ടി, പ്രതിഫലം കൊടുക്കാൻ വേണ്ടി. ആർക്ക്? അസ്സാദിഖീന, സത്യവാന്മാർക്ക്. ബിസിദ്ഖിഹിം, അവരുടെ സിദ്ഖ്, സത്യത്തിന് പകരമായി പ്രതിഫലം നൽകാൻ. വയുഅദ്ദിബൽ മുനാഫിഖീൻ, മുനാഫിക്കുകളെ, കപടവിശ്വാസികളെ ശിക്ഷിക്കുവാനും. ഇൻഷാ, അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ. കപടവിശ്വാസികളെ ശിക്ഷിക്കുന്നത് ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? കപടവിശ്വാസികൾ ചിലപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച പല ആളുകളും കപടവിശ്വാസികളായിരുന്നവർ ദീനിലേക്ക് വന്നിട്ടുണ്ട്, ആത്മാർത്ഥമായ മുസ്ലിങ്ങളായിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും വിശ്വാസികളാവാതെ ധിക്കാരത്തോടുകൂടി പ്രവാചകനെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം നടന്ന ആളുകൾ, അവരൊരിക്കലും അവരെയാണ് അള്ളാഹു തആല ശിക്ഷിച്ചത്. അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കാറിന അള്ളാഹു ഇവർ നന്മയിലേക്ക് തിരിച്ചു വരികയില്ല എന്ന് അള്ളാഹുവിന് ബോധ്യപ്പെടുകയും അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കാൻ വേണ്ടിയും. വയുഅദ്ദിബൽ മുനാഫിഖീന ഇൻഷാ, കപടവിശ്വാസികളെ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ശിക്ഷിക്കാൻ. ഔ യതൂബ അലൈഹിം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ തൗബ സ്വീകരിക്കാൻ, അവരുടെ മേൽ പശ്ചാത്താപം സ്വീകരിക്കാൻ. കുറേ ആളുകൾ കാപട്യം കാണിച്ചിരുന്നു, പക്ഷേ അവരുടെ പശ്ചാത്താപം, അവർക്ക് നല്ല വെളിവ് വന്നു, അവർക്ക് ബോധ്യം വന്നു, അവരുടെ പശ്ചാത്തപിച്ചു, ആ പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചു. പശ്ചാത്തപിക്കാതെ ധിക്കാരത്തിൽ നിന്നവരെ അല്ലാഹു തആല ശിക്ഷിച്ചു. ഇതാണ്. അപ്പം ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഒരു കല്ലും നെല്ലും വേർതിരിയാൻ. വിശ്വാസികളും സാദിഖീങ്ങളും മുനാഫിക്കുകളും. അസാദിഖൂന ഫി ഈമാനിഹിം, ഈമാനിൽ സത്യസന്ധത പാലിക്കുന്നവരും കപടവിശ്വാസികളെയും വേർതിരിക്കാനാണ് ഇത്തരം സംഭവങ്ങളൊക്കെ അല്ലാഹു തആല ഉണ്ടാക്കിയത്. ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ, തീർച്ചയായും അല്ലാഹു തആല കൂടുതൽ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. വറദ്ദല്ലാഹു അല്ലദീന കഫറൂ ബിഗൈളിഹിം ലം യനാലൂ ഖൈറാ. വറദ്ദല്ലാഹ്, അല്ലാഹു തആല തടഞ്ഞു. റദ്ദ എന്ന് പറഞ്ഞാൽ റദ്ദ് ചെയ്തു, തടഞ്ഞു. വറദ്ദല്ലാഹുൽ കാഫിരീൻ, വറദ്ദല്ലാഹു അല്ലദീന കഫറൂ, അല്ലാഹു തആല ധിക്കാരികളും നിഷേധികളുമായ ആളുകളെ തടഞ്ഞു. ബിഗൈളിഹിം, അവരുടെ ഈർഷ്യ കാരണത്താൽ. അവർ മുഹമ്മദ് നബിയോട് വളരെയധികം ഓയിലുണ്ടായിരുന്നു, അന്യായമായ ഓയിലായിരുന്നു. മുഹമ്മദ് നബി ഉപദ്രവിച്ചതോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്നതും പറയുന്നതും തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടതോ ആയിരുന്നില്ല ഓയിലിൻ്റെ കാരണം. നേരെ മറിച്ച് ഇല്ലാത്ത ഈർഷ്യ, വിരോധം, ആ വിരോധം കാരണത്താൽ ധിക്കാരികളായ ആളുകളെ അഹ്സാബ് യുദ്ധത്തിൽ അല്ലാഹു തടഞ്ഞു, കൊണ്ട് വരാനയച്ചില്ല. മുഹമ്മദ് നബി ആക്രമിക്കാനുള്ള സന്ദർഭം ഉണ്ടാക്കി കൊടുത്തില്ല, അദ്ദേഹത്തെ തടുത്തു നിർത്തി എന്നർത്ഥം. റദ്ദ് ചെയ്തു എന്ന് പറഞ്ഞാൽ തടുത്തു നിർത്തി. അല്ലാഹു തആല തടുത്തു നിർത്തി. അല്ലദീന കഫറു, നിഷേധികളായ ആളുകളെ, ബിഗൈളിഹിം, അവരുടെ ഗൈള് കാരണത്താൽ, വിദ്വേഷം കാരണത്താൽ, ലം യനാലു ഖൈറ, അവർക്ക് ഒരു നേട്ടവും ഒരു നന്മയും അവർ നേടിയില്ല. നാലാന്ന് പറഞ്ഞാൽ നേടി. ലം യനാലു ഖൈറ, ഒരു നല്ല നേട്ടവും അവർ ആ യുദ്ധം കൊണ്ട് നേടിയില്ല. എല്ലാവരും കൂടി സംഘടിച്ചിട്ട് എന്തുണ്ടായത്? ഒന്നുണ്ടായില്ല. ഒരു വലിയ കാറ്റ് വന്നു, ശക്തമായ മഴയും കാറ്റും വന്നു. അതിശക്തമായ കൊടുങ്കാറ്റിൽ എല്ലാ സഖ്യശക്തികളും അവരുടെ തടിയും കൊണ്ട് ഓടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് സഖ്യബോധവും ഈ ഒരുമയും ഉണ്ടായില്ല. മുശ്രിക്കീങ്ങൾ ഒരു ഭാഗത്തേക്ക് ഓടി, യഹൂദുകൾ ബനൂ ഖുറൈളക്കാർ ഒരു ഭാഗത്തേക്ക് ഓടി, മറ്റു ബനൂ ഖൈനുഖായോ മറ്റൊല്ലൊക്കെ ഒരു ഭാഗത്തേക്ക് ഓടി, മുനാഫിക്കീങ്ങൾ വേറെ വൈക്കൊക്കെ ഓടി. ഒരു നേട്ടവും അവർക്കുണ്ടായില്ല. ലം യനാലു ഖൈറ, അഹ്സാബ് യുദ്ധത്തിൽ അവർക്ക് ഒരു നേട്ടവും ഉണ്ടായില്ല. അല്ലാഹു തആല അവരെ തടുത്തു നിർത്തി. അത് ഈ കാറ്റുകൊണ്ടാണ് എന്നുള്ളത് മറ്റു സ്ഥലത്തുണ്ട്. വഖഫല്ലാഹുൽ മുഅ്മിനീൻ,
സത്യവിശ്വാസികൾക്ക് അല്ലാഹു തആല മതിയാക്കി കൊടുത്തു അൽ ഖിതാല, ഒരു യുദ്ധം ചെയ്യാതെ അല്ലാഹു തആല കാര്യം മതിയാക്കി കൊടുത്തു. യുദ്ധമില്ലാതെ തന്നെ അല്ലാഹു തആല മതിയാക്കി കൊടുത്തു. ശത്രുക്കൾ പോയല്ലോ, കാറ്റും കോളും അതുപോലെ ഇടിയും മിന്നലും പേടിച്ച് അവർ രക്ഷപ്പെട്ടു. അതുകൊണ്ട് വഖഫല്ലാഹുൽ മുഅ്മിനീനൽ ഖിതാൽ, വിശ്വാസികൾക്ക് അല്ലാഹു തആല യുദ്ധം മതിയാക്കി കൊടുത്തു. വകാനല്ലാഹു ഖവിയ്യൻ അസീസ, അല്ലാഹു തആല ഖവിയാണ്, ശക്തനാണ്, അസീസ പ്രതാപിയാണ്. അപ്പം അള്ളാഹ്ക്ക് അതിനൊക്കെ സാധിക്കും വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകെ യുദ്ധം തന്നെയാണ് ചെയ്തിരുന്നത്, വളരെ കുറച്ച് യുദ്ധമേ ചെയ്തിട്ടുള്ളൂ. ചെയ്ത യുദ്ധത്തിനെ പറ്റി പറയുമ്പോൾ അതൊരു വലിയ ഭീകരമായി നമുക്ക് തോന്നുന്നു. എന്താണ്, ആകെ കൂടി മുഹമ്മദ് നബി 23 കൊല്ലം കൊണ്ട് ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് 1000-ൽ പരം ആളുകൾ മാത്രമാണ്. നബി ഒരു യുദ്ധക്കൊതിയനാണ്. ബദറും മുഹദും ഖന്തക്കും തബൂക്കും ആകെ യുദ്ധത്തിൻ്റെ ചരിത്രമാണ് ഇസ്ലാമിൻ്റെ എന്നൊക്കെ വെറുതെ പറയാം. ആക്രമിക്കാൻ വരുമ്പോൾ തടുക്കും. നബി ഒരിക്കലും ആക്രമിക്കാൻ വേണ്ടി അങ്ങോട്ട് പുറപ്പെട്ടിട്ടില്ല. ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ പുറപ്പെട്ടു തടുക്കാൻ വേണ്ടി. കാരണം സ്വന്തം നാട്ടിലേക്ക് കയറി ശത്രുക്കൾ യുദ്ധം ചെയ്താൽ എത്ര തടുത്താലും നാടിന് പരിക്ക് പറ്റും. അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഇവർ ഭയപ്പെടുത്തി നശിപ്പിക്കും. അതുകൊണ്ട് നാട്ടിൻ്റെ അതിർത്തി കയറാതിരിക്കാൻ പുറത്തേക്ക് തടുക്കാൻ വേണ്ടി പുറപ്പെട്ടു എന്നതൊഴിച്ചാൽ ഒരു സന്ദർഭത്തിലും വെറുതെ അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ പോയിട്ടില്ല. ഇനി ചെയ്ത യുദ്ധത്തിൽ തന്നെ 1000-ൽ പരം ആളുകളല്ലാതെ മരിച്ചിട്ടുമില്ല. കഫ എന്ന് പറഞ്ഞാൽ മതിയാക്കിയെന്ന്. മുഅ്മിനീങ്ങൾക്ക് യുദ്ധം മതിയാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാതെ കഴിച്ചിലാക്കി എന്നർത്ഥം. അതുകൊണ്ട് പോകാതെ മതിയാക്കി കൊടുത്തു പറഞ്ഞില്ല, അത് പോകാതെ കഴിഞ്ഞു. അതുപോലെ യുദ്ധം ചെയ്യാതെ കഴിഞ്ഞു, യുദ്ധം മതിയാക്കി കൊടുത്തു. ഖിതാൽ വകാനല്ലാഹു ഖവിയ്യൻ അസീസ. ഇനി വഅൻസലല്ലദീന ളാഹറൂഹും, അതാണ് രണ്ടാമത്തെ ഒരു സംഭവം. അതായത് അഹ്സാബ് കഴിഞ്ഞു, അവരൊക്കെ പിരിഞ്ഞുപോയി. നബിയും വിശ്വാസികളും മദീനത്തേക്കും പോയി. ഒരു യുദ്ധം വേണ്ടി വന്നില്ല. പക്ഷേ ഒരു മാസക്കാലത്തോളം അവർ ഉപരോധത്തിലായിരുന്നു ശത്രുക്കളുടെ. ഒരു മാസക്കാലം വെള്ളവും ഭക്ഷണവും കിട്ടാതെ വളരെ കഷ്ടപ്പെട്ട് ഉപരോധിക്കപ്പെട്ടു അവർ. അതുകൊണ്ട് അവർക്ക് വളരെ ക്ഷീണിതരായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ സമയത്താണ് ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാബിർ റളിയല്ലാഹു അൻഹു സ്വകാര്യമായിട്ട് നിങ്ങളും ഒരു 4 ആളും കൂടി ഒന്നും പേരി കുറച്ച് ഭക്ഷണമുണ്ട്, എല്ലാവർക്കും കൂടിയും കൊടുക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു ആയിക്കോട്ടെ ഞങ്ങൾ വരാം, പക്ഷേ ആ ഭക്ഷണം അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കണ്ട എന്ന് പറഞ്ഞാളെ ഭാര്യയോട്. ഞാനാണ് വരാമെന്ന് പറയുകയും നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് അവിടെ ചെന്ന് എല്ലാ സഹാബിമാരും കൂട്ടി ചെന്നിട്ട് ആ ഭക്ഷണം മുഴുവനും സഹാബിമാർക്ക് വീതിച്ചു കൊടുത്തിട്ടും ബാക്കിയായിരുന്നു കുടുംബത്തിന് തിന്നാൻ. അതൊരു മോചിതത്തായിരുന്നു. ഒരു അക്ഷയപാത്രം ഉണ്ടായി എന്നൊക്കെ ഉള്ള സംഭവങ്ങൾ അവിടെയാണ്. അപ്പോൾ ഏതായിരുന്നാലും യുദ്ധമില്ലാതെ ഒരു മാസത്തോളം അവരെ ഉപരോധത്തിന് വിധേയമായി അത് മതിയാക്കി. എന്നിട്ട് പിന്നെ ഇനിയുള്ളത് നബിയുടെ മുമ്പിൽ കരാറ് ചെയ്ത് യുദ്ധം ചെയ്യൂല എന്ന് കരാറ് ചെയ്തവരോട് മറുപടി പറയണം. കാരണം അതല്ലെങ്കിൽ ഇനിയും കരാറ് ലംഘിക്കുന്ന അവസ്ഥ ഉണ്ടാവും. ആ കരാറ് ചെയ്യുക എന്നുള്ള രാജ്യാന്തര ബന്ധങ്ങൾ, സമൂഹാന്തര ബന്ധങ്ങൾ നിലനിൽക്കാൻ കരാറിൽ ഏർപ്പെടുക എന്നുള്ളത് അന്നത്തെ പതിവാണ്. ആ കരാറ് ലംഘിച്ചു, ഇനിയും ലംഘിക്കപ്പെടും, അതുണ്ടാവരുത്. മേലിൽ കരാറിൽ ഏർപ്പെട്ടാൽ അതിന് ലംഘിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവരുത് എന്ന് നബിക്ക് തോന്നി. ഒരു ഭരണകൂടത്തിൻ്റെ നേതാവെന്നോ അല്ലെങ്കിൽ ഒരു സൈന്യത്തിൻ്റെ നേതാവെന്ന നിലക്ക് ഈ ഗോത്രങ്ങളായി താമസിക്കുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കരാറ് ചെയ്തിട്ട് ആവശ്യം നേരത്തെ ചതിച്ച് ലംഘിച്ചാൽ എന്താ പ്രശ്നം? അതുകൊണ്ട് ബനൂ ഖുറൈളയ കരാറ് ലംഘിച്ച ബനൂ ഖുറൈളയോട് മറുപടി പറയാൻ വേണ്ടി അവരോട് പ്രതികാരം ചോദിക്കണം എന്ന് നബി തീരുമാനിച്ചു. അതാണ് വഅൻസലല്ലദീന, അതിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. വഅൻസലല്ലദീന ളാഹറൂഹും, വഅൻസല അവൻ ഇറക്കി, അല്ലദീന ളാഹറൂഹും ആ ശത്രുക്കളെ സഹായിച്ചവരെ, മിൻ അഹ്ലിൽ കിതാബി, അഹ്ലി കിതാബുകളിൽ നിന്ന്, അത് ബനൂ ഖുറൈളയാണ്.
ബനൂ ഖുറൈളയാവുന്ന അഹ്ലു കിതാബികളിൽ നിന്ന് ശത്രുക്കളെ സഹായിച്ച, ഉടമ്പടി നിലനിന്നിട്ടും ശത്രുക്കളെ സഹായിച്ചവരെ അല്ലാഹു തആല ഇറക്കി വിട്ടു. അതാണ് ഇറക്കി. എവിടുന്ന്? മിൻ സയാസീഹിം, അവരുടെ കോട്ടകളിൽ നിന്ന്. നബി മദീനത്തെത്തി വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത് എന്ന് കാണാം ചരിത്രത്തിൽ. സഹിയായി റിപ്പോർട്ട്. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു, വിശ്രമിക്കാനായിട്ടില്ല, കരാറ് ലംഘനം നടന്നിട്ടുണ്ട്. ഈ നിലക്ക് കരാറ് ലംഘനം നടന്നവരെ വെറുതെ വിട്ടാൽ ഇനി ഒരു സമൂഹത്തിനും മറ്റൊരു സമൂഹവുമായി കരാറ് ചെയ്ത് ജീവിക്കാൻ കഴിയില്ല. എല്ലാ കാലവും യുദ്ധപ്പേടിയോടുകൂടി ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് കരാറ് ചെയ്തവരെ നിങ്ങളൊന്ന് അവരോട് പ്രതികാരം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3000 സൈന്യങ്ങളെയും കൊണ്ട് ആ ബനൂ ഖുറൈളയുടെ നേരെ പോയി എന്ന്. അതാ അൻസല അല്ലദീന ലാഹറുഹും, ലാഹറ എന്ന് പറഞ്ഞാൽ സാഅദ, സഹായിച്ചു. ശത്രുക്കളെ സഹായിച്ച ആളുകളെ അല്ലാഹു തആല ഇറക്കി വിട്ടു. മിൻ അഹ്ലിൽ കിതാബി, അഹ്ലു കിതാബികളിൽ നിന്നുള്ള നബി ശത്രുക്കളെ സഹായിച്ച ആ കൂട്ടരെ അല്ലാഹു തആല ഇറക്കി വിട്ടു. മിൻ സയാസീഹിം, അവരുടെ സീസത്തുകളിൽ നിന്ന്. സീസത്ത് എന്ന് പറഞ്ഞാൽ കോട്ടയാണ്. മദീനയിൽ അവർ മണ്ണുകൊണ്ടും മറ്റും ഉണ്ടാക്കിയ അവരുടെ ശക്തി കേന്ദ്രമായിരുന്ന അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അത് ഖൈബറിലാണുള്ളത്. ഖൈബറിൽ ഇപ്പോഴും ഉണ്ട്. അവരുടെ കോട്ടകളിൽ നിന്ന്, സീസത്ത് കോട്ടയാണ്, അവരുടെ കോട്ടകളിൽ നിന്ന് അല്ലാഹു തആല ഇറക്കി വിട്ടു എന്ന് പറഞ്ഞാൽ നബി യുദ്ധം ചെയ്ത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ അങ്ങോട്ട് മാർച്ച് ചെയ്ത് അവിടെ പോയിട്ട് അവരെ കോട്ട ഉപരോധിച്ചു. 25 ദിവസം കോട്ട വളഞ്ഞു. അവരിങ്ങോട്ട് 1 മാസം ചെയ്തതാണല്ലോ. 25 ദിവസം കോട്ട വളഞ്ഞു. അങ്ങനെ ഉണ്ട്. അത് ബനൂ നളീർ, ബനൂ നളീറാണ് സൂറത്തു ഹശറിൽ. അപ്പോൾ കോട്ട വളഞ്ഞിട്ട് അവരോട് അവസാനം കീഴടങ്ങാൻ പറഞ്ഞു. നിങ്ങൾ ഞങ്ങളായിട്ട് കരാർ ചെയ്തവരാ, എന്നിട്ട് ഞങ്ങൾക്കെതിരെ നിങ്ങൾ ശത്രുക്കളെ സഹായിച്ചു, അതുകൊണ്ട് കീഴടങ്ങണം എന്ന് പറഞ്ഞു. അവർ കീഴടങ്ങാൻ തയ്യാറാവാതിരുന്നപ്പോൾ അവർ ഞങ്ങൾക്ക് സഅദ് ബിൻ മുആദിൻ്റെ മധ്യസ്ഥത്തിൽ നമുക്ക് തീരുമാനിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണുങ്ങളെ ബന്ദികളാക്കി, ആണുങ്ങളെയും പെണ്ണുങ്ങളൊക്കെ ബന്ദികളാക്കി. വലിയ ധിക്കാരികളായ ആളുകൾ ആക്രമിക്കാൻ വന്നപ്പോൾ അവരുമായി ഏറ്റുമുട്ടി കുറേ ചെറിയ മരണങ്ങളൊക്കെ ഉണ്ടായി. അതാണ് അൻസലല്ലദീന ലാഹറുഹും, ആ ശത്രുക്കളെ സഹായിച്ചിട്ടുള്ള ആളുകളെ അല്ലാഹു തആല ഇറക്കി വിട്ടു. മിൻ അഹ്ലി കിതാബികളിൽപ്പെട്ട മിൻ സയാസിഹിം, അവരുടെ കോട്ടകളിൽ നിന്ന്. വഖദഫ ഫീ ഖുലൂബിഹിം അർറുഅബ, അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു തആല ഭയം ഇട്ടുകൊടുത്തു. ഖദഫ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു കൊടുത്തു. അർറുഅബ, ഭയം. അതായത് നബിയെയും അനുയായികളെയും ഞങ്ങൾ ചെയ്ത അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചെയ്തത് ചതിയായിരുന്നു എന്ന ഒരു ദൗർബല്യം ഉണ്ടായിരുന്നു. ആ ദൗർബല്യം നിലനിൽക്കെയാണ് നബി അങ്ങോട്ട് ചെല്ലുന്നത്, കോട്ട വളയുന്നത്. അതോടുകൂടി ആകെക്കൂടിയും ദൗർബല്യമുള്ള മനസ്സിൽ ഭയവും കൂടി ഉണ്ടായി. ഞങ്ങളെ മുഹമ്മദ് നബി ആക്രമിക്കുന്നുണ്ടെങ്കിൽ ന്യായമാണ് അദ്ദേഹത്തിൻ്റെ പക്ഷത്ത്, കാരണം നമ്മളാണ് ചതിച്ചത്. അതുകൊണ്ട് വഖദഫ ഫീ ഖുലൂബിഹിം അർറുഅബ, അവരുടെ ഹൃദയങ്ങളിൽ ഭയം അല്ലാഹു തആല ഇട്ടുകൊടുത്തു. ഫരീഖൻ, ഒരു വിഭാഗത്തിന് തഖ്തുലൂൻ, നിങ്ങൾ കൊന്നു. അവരിൽ ഒരിക്കലും ഒതുങ്ങാത്ത, കീഴടങ്ങാത്ത അക്രമികളായ ആളുകളെ കൊന്നു. വതഅ്സിറൂന ഫരീഖ, ഒരു വിഭാഗം ആളുകളെ നിങ്ങൾ അസ്റകളായി പിടിച്ചു, ബന്ദികളായി പിടിച്ചു. അതൊരു വലിയ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം ഇവിടെ സൂചിപ്പിച്ചതാണ്. അങ്ങനെയാണ് അഹ്സാബ് യുദ്ധം ബനൂ ഖുറൈളയുടെ കോട്ടകൾ പിടിച്ചടക്കുന്നതോടുകൂടിയാണ് അവസാനിക്കുന്നത്. അപ്പോൾ യുദ്ധമുഖത്തെത്തുമ്പോൾ അതിൻ്റേതായ യുദ്ധമുറകളും അതിൻ്റേതായ തന്ത്രങ്ങളും എല്ലാവരും അവിടെ പാലിച്ചിട്ടുണ്ട്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ സ്ത്രീകളെ ഉപദ്രവിക്കരുത്, കുട്ടികളെ ഉപദ്രവിക്കരുത്, ആ കോട്ടക്കുള്ളിൽ ആരാധനയോടുകൂടി ആരാധിച്ചിരിക്കുന്ന ഈ പാതിരിമാരുണ്ട്, അവരെ നിങ്ങളൊന്നും ചെയ്യരുത്, വൃദ്ധന്മാരെ നിങ്ങളൊന്നും ചെയ്യരുത്. നബി എല്ലാ ഉപദേശിച്ചു. ആക്രമിക്കാൻ വരുന്നവരെ നിങ്ങൾ വെറുതെ വിടണ്ട. അതാ ഫരീഖൻ തഖ്തുലൂൻ, ഒരു വിഭാഗത്തെ നിങ്ങൾ കൊല്ലുന്നു. ഫരീഖൻ വതഅ്സിറൂന ഫരീഖ, വേറൊരു കൂട്ടരെ നിങ്ങൾ ബന്ദികളായി പിടിക്കുന്നു. എന്തിനാ ബന്ദികളായി പിടിക്കുന്നത്? അവരെ വിട്ടയച്ചു കഴിഞ്ഞാൽ അവർ വേറെ ഏതെങ്കിലും കബീലക്കാരായിട്ട് ചേർന്നിട്ട് വീണ്ടും യുദ്ധം ചെയ്യാൻ വരും.
അപ്പോൾ അവരെ ബന്ദികളായി പിടിക്കണം. അതാണ് ആ കാലഘട്ടത്തിലെ യുദ്ധമുറകൾ. അതാണ് ബദറിലൊക്കെ 70 ബന്ദികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. ഇതായിരുന്നാലും ഇനി വ ഔറസക്കും അർളഹും, നിങ്ങൾക്ക് അല്ലാഹു തആല അവരുടെ ഭൂമിയെ അനന്തരമാക്കി തന്നു. വ ദിയാറഹും, അവരുടെ ദാറുകൾ വീടുകളെയും, വ അംവാലഹും, അവരുടെ സമ്പത്തിനെയും, വ അർളൻ തതഊഹ, നിങ്ങൾ ഇതുവരെ ചവിട്ടിയിട്ടില്ലാത്ത, അതിന് നിങ്ങൾ കയറി ചെല്ലാൻ കഴിയാത്ത ഭൂമികളെയും നിങ്ങൾക്ക് അല്ലാഹു തആല പിന്നെ അനന്തരമാക്കി തന്നു. വക്കാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീറ, അള്ളാഹുവിന് എല്ലാ കാര്യത്തിനും കഴിവുണ്ട്. എന്നിരുന്നാലും ചരിത്ര സംഭവമാണ്. ഇതിൽ നിന്ന് നമുക്കുള്ള പാഠം റസൂലിനെയും അള്ളാഹിനെയും അനുസരിച്ച് കൊണ്ട് ജീവിക്കുക, ഒരാളോടും അതിക്രമം ചെയ്യാതിരിക്കുക. അത് ഏത് മതമാവട്ടെ വർഗങ്ങളാവട്ടെ, അതിക്രമം ആരോടും ചെയ്യാതെ ജീവിക്കുക. അഥവാ ഇങ്ങോട്ട് അതിക്രമം കാണിക്കുകയാണെങ്കിൽ അതിന് പ്രതികാരം ചോദിക്കുക എന്നുള്ളത് നിലനിൽപ്പിൻ്റെ ആവശ്യമാണല്ലോ. അത് നബി ചെയ്യുകയും ചെയ്തു. ഇതിൽ നിന്ന് കിട്ടേണ്ട പാഠങ്ങൾ ഉൾക്കൊള്ളുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.